ഭിന്നശേഷി മേഖലയിലെ സംഘടനയായ ആലപ്പുഴ ജില്ലാ പരിവാർ വ്യാഴാഴ്ച ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കലേക്ക് റാലിയും തുടർന്ന് ധർണയും നടത്തും. ആശ്വാസകിരണ സാമ്പത്തിക സഹായ കുടിശ്ശിക തീർത്ത് അനുവദിക്കുക, 2018 മുതലുള്ള അപേക്ഷകൾ പരിഗണിച്ച് ധനസഹായം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഭിന്നശേഷി മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനയായ ആലപ്പുഴ ജില്ലാ പരിവാറിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച റാലിയും ധർണയും സംഘടിപ്പിക്കും. പരിവാർ കേരള എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായ നാഷണൽ ട്രസ്റ്റിൻ്റെ പരിരക്ഷയുള്ള 4 വിഭാഗം കുട്ടികളുടെ രക്ഷകർതൃ സംഘടനയാണ് പരിവാർ. അത് കേരളാടിസ്ഥാനത്തിൽ 14 ജില്ലകളിലും ഒരു സൂചനാ ധർണ 6-ാം തീയതി വ്യാഴാഴ്ച 10:30 അതാത് ജില്ലാ കളക്ട്രേറ്റ് പടിക്കൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് പരിവാർ കേരളയുടെ ആദരണീയനായ പ്രസിഡന്റ് ടി രാജപ്പൻ സാറാണ്. അധ്യക്ഷൻ രാധാകൃഷ്ണൻ നായരാണ്. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അത് അച്ഛനമ്മമാരാകാം, അതുപോലെ തന്നെ സഹോദരങ്ങളാകാം, അതിപ്പോൾ ഒരുപക്ഷെ അച്ഛൻ മകൻ്റെ രക്ഷകർത്താവായി മാറുന്നു, അതുപോലെ തന്നെ മകൻ അച്ഛൻ്റെ രക്ഷകർത്താവായി മാറുന്നു. അതുപോലെ അവരെ പരിരക്ഷിക്കുന്ന ആരാണോ അവരാണ് അവരുടെ രക്ഷകർത്താക്കൾ. ആ രക്ഷകർത്താക്കളുടെ തന്നെ ഒരു സംഘടനയാണ് ആയി നിലകൊള്ളുന്ന ഒരു വലിയ മഹത് പ്രസ്ഥാനമാണ് പരിവാർ കേരള എന്ന് പറയുന്നത്. ആ പരിവാർ കേരളയുടെ ആലപ്പുഴ ജില്ലാ ഘടകമാണ് ജില്ലാ പരിവാർ ആലപ്പുഴ. അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലും അതുപോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിലും ഒരുപാട് നിയമങ്ങൾ തന്നെ ഭൗതികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി ഇന്ന് പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഞങ്ങളുടെ കൈകളിൽ എത്തുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൗതികമായ ഭിന്നശേഷി നേരിടുന്നവരെ പരിരക്ഷിക്കുന്നവർക്ക് ഉള്ള ഒരു ആനുകൂല്യമായ ആശ്വാസകിരണം തന്നെ 2018 മുതലുള്ള അപേക്ഷ തന്നെ മുടങ്ങിക്കിടക്കുകയാണ്. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കലേക്കാണ് റാലിയും തുടർന്ന് ധർണയും നടത്തുന്നത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി രാജപ്പൻ ഉദ്ഘാടനം നിർവഹിക്കും. ആലപ്പുഴ ജില്ലാ പരിവാർ പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനാകും. സെക്രട്ടറി സുനിൽ ദാസ് സ്വാഗതം പറയും. മുഹമ്മദ് സാലി, ടി ശ്രീകുമാർ, മധു കാവുങ്കൽ, അജിത് കൃപ തുടങ്ങിയവർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആശ്വാസകിരണം സാമ്പത്തിക സഹായം കുടിശ്ശിക തീർത്ത് നൽകുക, 2018 മുതലുള്ള അപേക്ഷകൾ പരിഗണിച്ച് ധനസഹായം നൽകുക, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വരുമാനം ഒഴിവാക്കി ആനുകൂല്യങ്ങളായി നൽകുക, ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കും മറ്റുള്ളവരെക്കാൾ 25% തുക വർദ്ധിപ്പിച്ച് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടന റാലിയും ധർണയും നടത്തുന്നത്. CDNet ന്യൂസ്, കായംകുളം.